പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ബാക്കി കാണുന്ന എന്താണെന്നറിയാമോ? അതാണ് കിളിമഞ്ചാരോ. നോക്കി, അതാണ് കിളിമഞ്ചാരോ. ഞാനിപ്പോൾ രണ്ടാം ദിവസം ഒരു ക്യാമ്പിൽ, ഷിറാവണ്ണ് എന്ന് പറഞ്ഞ ക്യാമ്പിലാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ എത്ര ദൂരം കവർ ചെയ്തിട്ടാണ് ഇവിടെ വന്നതെന്ന്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു വൈകുന്നേര സമയമാണ്. അപ്പം മൊത്തം ക്ലൗഡി ആയിരുന്നു അവിടെ. അത് ക്ലൗഡ്സൊക്കെ മാറിയിട്ട് നമുക്ക് കിളിമഞ്ചാരോ കണ്ടോ മൊത്തം കാണാൻ പറ്റുന്ന രീതിയിലായി. പിന്നെ ദാണ്ട് അങ്ങോട്ട് നോക്കിയേ, ആ ഭാഗമൊക്കെ കണ്ടോ, എന്താ രസമെന്ന് നോക്കിയേ. കണ്ടോ, നമ്മൾ ഇവിടെ കുറേ ടെൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ നെയിം ബോർഡ്. കണ്ടോ, ഷിറ ക്യാമ്പ് 1 ഇതാണ് നമ്മുടെ നെയിം ബോർഡ് കേട്ടോ. ഈ ക്യാമ്പിലാണ് നമ്മൾ ഇന്നുള്ളത്. നാളെ നമ്മൾ 7 കിലോമീറ്റർ നടക്കണം. 7 കിലോമീറ്റർ നടന്ന് നമ്മൾ നാളെ ഷിറ 2 ക്യാമ്പിലെത്തും. ഇന്ന് അടിപൊളിയായിട്ട് ട്രെക്ക് ചെയ്തൊന്നും നല്ല ഹാർഡായിരുന്നു. നമ്മൾ എങ്ങും നെറ്റ്വർക്ക് ഇല്ല കേട്ടോ. ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പം പോലും നെറ്റ്വർക്ക് ഇല്ല. വരുന്ന വഴിയിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് നെറ്റ്വർക്ക് ഉണ്ടായിരുന്നത്. ഇപ്പം ഒരിടത്ത് പോലും നെറ്റ്വർക്ക് ഇല്ല. ഇവിടെ നമ്മൾ വന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു, പിന്നെ ചായ കുടിച്ചു. അല്ലാണ്ട് ഞങ്ങളുടെ കിച്ചണാണിത്. അവിടെ കിച്ചൺ. ഇനിയിപ്പം ഡിന്നറിനുള്ള ടൈം. നേരത്തെ ഇന്ന് ഡിന്നർ കഴിച്ചിട്ട് നേരത്തെ കിടക്കും. നാളെ രാവിലെ എഴുന്നേക്കണം. നാളെ നമ്മൾ 8 മണിയാകുമ്പോൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇവിടെ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. നമ്മൾ ഒരിക്കലും ഇവിടെ വരുമ്പം പബ്ലിക് ടോയ്ലറ്റ് എടുക്കരുത്. പബ്ലിക് ടോയ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇവിടെ സെപ്പറേറ്റ് നമുക്ക് വേറെ ടോയ്ലറ്റ് നമ്മുടെ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് പൈസ നമ്മൾ അതിന് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ക്യാമ്പിലും വന്നു കഴിയുമ്പോഴല്ലോ ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ആ ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം ഇവരെന്താ ചെയ്യുന്നറിയാം, ഇവിടുന്ന് നമ്മൾ ക്യാമ്പിൽ നിന്ന് പോയി കഴിയുമ്പോൾ മൊത്തം ഈ ടോയ്ലറ്റിലുണ്ടാകുന്ന സാധനങ്ങളെല്ലാം പബ്ലിക് ടോയ്ലറ്റിലാണ് കൊണ്ട് ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പബ്ലിക് ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പബ്ലിക് ടോയ്ലറ്റ് എന്ന് പറയുന്നത് അവിടെ കാണുന്നതാണ് പബ്ലിക് ടോയ്ലറ്റ്. ഇങ്ങോട്ട് കയറി നോക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. നമുക്ക് സെപ്പറേറ്റ് ടോയ്ലറ്റ് എന്തായാലും ഒരു കമ്പനി നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പം സെപ്പറേറ്റ് ടോയ്ലറ്റ് വേണമെന്നുള്ള കാര്യം മസ്റ്റായിട്ടും പറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഈ ബാത്റൂമിൽ പോകുന്ന കാര്യത്തിലാണ് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത്. അല്ലെങ്കിൽ ഇതിപ്പം നമുക്ക് ഇപ്പോൾ പറഞ്ഞു തന്നു, ഇന്നലെ തൊട്ട് അവർ പറഞ്ഞു തന്നു എങ്ങനെ നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നു. അതുകൊണ്ട് തന്നെ നമുക്കത് ഇപ്പോൾ 2ാം ദിവസം ആയപ്പോഴത്തേക്കും നമുക്ക് ഓക്കെയാണ്. 2 പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാവും. പിന്നെന്താ, അത് മസ്റ്റായിട്ട് നമ്മൾ പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പോകാതിരിക്കുന്നതാണ്. നല്ല കുറച്ച് പൈസ കൊടുത്ത് നമുക്ക് പ്രൈവറ്റ് ടോയ്ലറ്റ് വേണം ഉപയോഗിക്കാൻ. ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പാടില്ല, പ്രൈവറ്റ് ടോയ്ലറ്റ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ പിന്നെന്താ, നെറ്റ്വർക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരിത് വേണ്ട. നെറ്റ്വർക്ക് എവിടെയെങ്കിലും കിട്ടിയെങ്കിൽ മാത്രം. ഇവർ നമ്മളോട് പറയും നെറ്റ്വർക്ക് കിട്ടുമെന്നൊക്കെ. പക്ഷേ ഞാൻ നോക്കിയിട്ട് ഇന്നലെയും കിട്ടിയിട്ടില്ല. ഇന്നിപ്പോൾ വന്ന വഴി ഒരു സ്ഥലത്ത് മാത്രമാണ് ഇച്ചിരി നേരം കിട്ടിയത്. അതേ സമയത്ത് നമ്മൾ വീട്ടിലോട്ട് വിളിച്ചു. നമ്മൾ ഓക്കെയാണ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, ഇപ്പം നല്ല തണുപ്പാണ്. ഞാൻ എൻ്റെ ജാക്കറ്റ് എടുത്തിട്ടു. അടിയിൽ നമ്മൾ ഫ്ലീസ് എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ തെർമലും ഇട്ടിട്ടുണ്ട്. പിന്നെ നെക്ക് കവർ ചെയ്യാൻ വേണ്ടി ഈ സാധനം ഇട്ടിട്ടുണ്ട്. പിന്നെ ക്യാപ്പും വെച്ചിട്ടുണ്ട്, ഗ്ലൗസും ഇട്ടു. നല്ല തണുപ്പായിട്ടുണ്ട്. കണ്ടോ, കുറേ ക്യാമ്പുകളുണ്ട് കേട്ടോ. ഇന്നിപ്പം നമ്മൾ ഉച്ചയ്ക്കൂടെ വന്നു. നാളെ ഇതുപോലെ തന്നെയായിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞ് നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയമൊക്കെ ഉണ്ട്. പക്ഷേ രാത്രിയിലത്തെ തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അതുപോലത്തെ തണുപ്പാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കിളിമഞ്ചാരോ കാണാം. ഇതേ കണ്ടോ, ഇവിടെ ഒരു തോടുണ്ട് കേട്ടോ. ഇത് നല്ല വെള്ളമാണ്. നല്ല കുടിക്കാൻ പറ്റുന്ന, ഇവിടെ തുപ്പുകയോ ഒന്നും ചെയ്യരുത്. ഇത് കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ് കേട്ടോ. ഇവിടെ നിന്നാണ് തോന്നുന്നു ഒരു വെള്ളമൊക്കെ എടുക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് നല്ല പ്യുവറായിട്ടുള്ള വാട്ടറാണ്. ഇതുണ്ടോ ഈ ഒരു ട്രീ? ഓക്കെ, എന്താ രസമെന്ന് നോക്കി. ഇനി അങ്ങോട്ട് പോകുമ്പോഴൊക്കെ കാണാം ഇങ്ങനത്തെ ട്രീ കേട്ടോ. നോക്കി, ഇവിടെ ഒരു അരുവിയുണ്ട് കണ്ടോ. ഇതുണ്ട് നമ്മുടെ കിളിമഞ്ചാരോ, നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ? നോക്കി, ഇവിടെ നിന്ന് നമുക്ക് കിളിമഞ്ചാരോയുടെ ടോപ്പ് വരെ നല്ലതായിട്ട് കാണാൻ പറ്റും. ഇതാണ് കിളിമഞ്ചാരോ. നമ്മൾ ഇന്ന് 2ാം ദിവസം തന്നെ കണ്ടു. അതിൻ്റെ മുകളിൽ കണ്ടോ മഞ്ഞ് കിടക്കുന്നത്.
ഇതേ ആ ക്ലൗഡ്സ് ഒക്കെ മാറിപ്പോയിട്ട് നല്ലതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ കിളിമഞ്ചാരോ. ആ What is how to spell your name? Sina, S-E-E-N-A. Sina. E-E-N-A. Sinai. Sinai, not Sinai, Sina. Sinai. Sinai. Sinai? No, Sina. Sina. Like John Cena. John Cena. Yes. Like John Cena. You know John Cena? Everybody knows. ഇതാണ് കരീബു. ഇതാണ് നമ്മുടെ കിച്ചൺ. നാനി. ഇതാണ് കിച്ചണ്. നോക്കി, നമ്മുടെ കിച്ചണിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ കണ്ടോ. ഹായ്, ഗുഡ്. യാ, കരീബു സാന. ഓക്കെ, ഗുഡ്. യാ, ലിറ്റിൽ ബിറ്റ്. Karibu sana. Karibu sana. Karibu dada. Karibu dada. Welcome sister. Welcome sister. Yeah, okay. കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു കേട്ടോ. Which is prepared? Vegetable. This one? This is Chicken? yeah. Okay. This one? This is vegetable sauce. Oh, vegetable sauce. Yeah. Dinner. Yeah, dinner. Okay. Thank you. കസാന്തേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചത് ആ ടെൻറ്റിലെത്തി കേട്ടോ. ഇനി കിടക്കാൻ പോവാണ്. നല്ല ഫുഡായിരുന്നു. റൈസും ചിക്കനും പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെന്താ, ഇന്ന് ഓക്സിജനൊക്കെ ചെക്ക് ചെയ്തു. ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്സിജൻ ഹാർട്ട് ബീറ്റ്സും ഒക്കെ നോക്കി. അതെല്ലാം ഇതിലത്തെ ഒരു പേപ്പറിൽ എഴുതി വെക്കും. ഓരോ ദിവസവും നമ്മുടെ ഓക്സിജൻ ലെവലും എല്ലാം എഴുതി വയ്ക്കും. അപ്പോൾ ചിലപ്പോൾ ഇന്നത്തെ പോലെ ആയിരിക്കില്ല നാളെ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിനി ഉറങ്ങാൻ പോവാണ്. ഇവിടുത്തെ ഈ വീഡിയോയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത അടിപൊളി ഒരു വീഡിയോയിൽ കാണാം. ഇനി ഞാൻ ഉറങ്ങാൻ പോവാണ്. രാവിലെ എഴുന്നേൽക്കണം. 8 മണിക്കാണ് ഇവിടുന്ന് ട്രെക്കിങ് ആരംഭിക്കുന്നത്. ഇപ്പോൾ രാവിലെ എല്ലാം എണീച്ചാലേ പറ്റുള്ളൂ. ഇപ്പം നല്ല തണുപ്പായി, പുറത്ത് മഞ്ഞൊക്കെ വീഴുന്നുണ്ട്. അപ്പോൾ ഇതാ എല്ലാം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇത് സ്ലീപ്പിംഗ് ബാഗൊക്കെ എടുത്തിങ്ങനെ വെച്ചേക്കുകയാണ്. അപ്പോൾ ഇനിയും കിടക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിനി അടുത്ത അടിപൊളി ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.